രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് ഈ സമയത്ത് ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡ് ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് നേതാവിനെ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട മജിസ്ട്രേറ്റാണ് ഇപ്പോൾ രാഹുലിനെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്, റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്നു. അല്പസമയത്തിനകം തന്നെ മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് പൂട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ജയിൽ അഴിക്കുള്ളിൽ. മാവേലിക്കര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നു. സനോജ്, ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനുള്ളിലേക്ക്, മാവേലിക്കര ജയിലിലേക്ക് അല്ലേ? തീർച്ചയായിട്ടും മുമ്പ് യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരു പീഡന പരാതിയുടെ ഭാഗമായി ജയിലിൽ പോകുന്നു. തല കുനിച്ചുകൊണ്ട് തൻ്റെ ജന്മനാട്ടിലൂടെ അഴിക്കുള്ളിലേക്ക് പോവേണ്ട ഗതികേടിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിയിരിക്കുന്നു. അനിവാര്യമായ പതനം, അദ്ദേഹത്തിൻ്റെ അതിക്രൂരമായ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായ പതനമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി സ്ത്രീകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നുവെങ്കിലും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തൂടെ വിലസി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ മൂന്നാമത്തെ പരാതിയിൽ പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ വ്യക്തമായ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തു പോകാനുള്ള പഴുതുകളെല്ലാം പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്നലെ പുലർച്ചെ 12:30 രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയും AR ക്യാമ്പിൽ വിശദമായി ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്ത വേളയിൽ താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടം പിന്നീട് തെളിവുകൾ നിരത്തി രാഹുൽ മാങ്കൂട്ടത്തോട് ഓരോ കാര്യങ്ങൾ ഒന്നൊന്നായി ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വിശദമായ രീതിയിൽ വൈദ്യപരിശോധന നടത്തുമ്പോൾ തന്നെ പുറത്ത് ശക്തമായ പ്രതിഷേധം, യുവജന സംഘടനകളുടെ പ്രതിഷേധം, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിശക്തമായ പ്രതിഷേധമാണ് തീർത്തത്. അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹന വ്യൂഹത്തിന് മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നത്. ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹന വ്യൂഹം മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് എത്തിയത്. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് 2 അഞ്ജലി ദേവിക്ക് മുൻപാകെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഹാജരാക്കിയത്. രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകരുമായി സംസാരിക്കാൻ ഒരു 2 മിനിറ്റ് സമയം അന്വേഷണ ഉദ്യോഗസ്ഥർ അനുവദിച്ചിരുന്നു. കാരണം ഒരു നിയമപരമായ പരിരക്ഷ, ഏത് കുറ്റവാളിയാണെങ്കിലും ആ കുറ്റവാളിക്ക് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായി സംസാരിക്കാൻ അവസരം കൊടുത്തു. അതിനുശേഷമാണ് അഞ്ജലി ദേവിയുടെ വസതിയിലേക്ക് അദ്ദേഹം കോടതിയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ അല്പസമയം ഒരു 10 മിനിറ്റോളമാണ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഒരുപാട് പീഡന പരാതികൾ ഉയർന്നിട്ടും അതിലെല്ലാം പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുകയും തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരാതികളെ തേച്ചു മായ്ച്ചു കളയാൻ പരിശ്രമിക്കുകയും അങ്ങനെ താൻ ഈ നാട്ടിൽ എന്തോ വീരകൃത്യം ചെയ്ത ആളാണെന്ന പേരിൽ മേനി നടിഞ്ഞ് നടക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടം ഒടുവിൽ അഴിക്കുള്ളിലാവുന്നു. തൻ്റെ സ്വന്തം ജന്മനാട്ടിൽ പോലും അദ്ദേഹത്തിനെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് തലകുനിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപാകെ നടന്നു പോവേണ്ട ഗതികേട്, അതായത് ഒരു MLA വോർഡ് വെച്ച് ഈ നാട്ടിൽ നടന്നിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പോലീസ് വാഹനത്തിൻ്റെ ഏറ്റവും പിൻസീറ്റിലിരുന്നു കൊണ്ട് തലകുനിച്ചുകൊണ്ട് കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് വിധേയമായി അദ്ദേഹം റിമാൻഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനിവാര്യമായ ഒരു പതനമെന്ന് വേണം ഇതിനെ പറയാൻ. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അനിവാര്യമായ പതനം എന്നതിലപ്പുറം നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. കാരണം അത്രത്തോളം ക്രൂരമായ പീഡനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നത്. 1 or 2 അല്ല, അതിലേറെ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സമാനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതിൽ പല കേസുകളിലും അദ്ദേഹം നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുകയും ഒപ്പം തന്നെ പല ആളുകളെയും പരാതിക്കാരെയും തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പരാതികൾ തേച്ചു മായ്ച്ചു കളയാൻ പരിശ്രമിക്കുകയും ഒടുവിൽ ഒരു പരാതിയിൽ അദ്ദേഹം കുടുങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മനു, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, കോൺഗ്രസ് നേതാവ് ജയിലിലേക്ക് പോകുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും വലിയ ബിഗ് ബ്രേക്കിംഗ് വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാവേലിക്കര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റാൻ വേണ്ടി പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് 14 ദിവസം റിമാൻഡിൽ. അതാണ് ഈ സമയത്തെ ബിഗ് ബ്രേക്കിംഗ്, ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക്. കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ MLA, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും വലിയ വാർത്ത. നമ്മളിതാ കണ്ടു
കണ്ടുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് അല്പസമയം മുമ്പ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് അയക്കാൻ, റിമാൻഡിലേക്ക് അയക്കാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നു. ആദ്യ 2 പരാതികളിൽ നിയമത്തിന്റെ പഴുതുപയോഗിച്ചു പുറത്തിറങ്ങി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ 3ാമത്തെ പരാതിയിൽ പെട്ടിരിക്കുന്നു. കേരള പോലീസ് പൂട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് അർദ്ധരാത്രി 12:15 മണിക്ക് തുടങ്ങിയതാണ് ഈ നീക്കങ്ങൾ. ഒടുവിൽ ഇതാ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമയമാകുമ്പോൾ ജയിലിലേക്ക് പോവുകയാണ്. ഇന്നലെ വരെ നിയമത്തെയൊക്കെ ഇങ്ങനെ പുച്ഛിച്ച് ഇങ്ങനെ നടന്ന ഈ രാഹുൽ മാങ്കൂട്ടം ഇന്നിതാ നാണം കെട്ട് വെറുക്കപ്പെട്ടവനായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നു കേരളത്തിന്റെ പൊതുസമൂഹം. നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് FIR റിപ്പോർട്ടാണ്. FIRൽ പറയുന്ന ഗുരുതരമായ പരാമർശങ്ങൾ. ഏതായാലും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ 14 ദിവസത്തേക്ക് ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ജാമ്യാപേക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് സമർപ്പിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇന്ന് ഈ മിനിറ്റിൽ രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക് പോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാവേലിക്കര ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സരോജ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ യുവ MLA, പാലക്കാട്ട് MLA ജയിലിലേക്ക്. ഇനി അഴിയെണ്ണം രാഹുൽ മാങ്കൂട്ടത്തിന്.